ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ മുരളിയേട്ടനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞു വരാം. സാർ, എങ്ങനെ പോകുന്നു നമ്മുടെ കലോത്സവത്തിൻ്റെ ഈ 3 ദിവസം വരെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും? നമ്മുടെ കലോത്സവം പടിയൂർ തീരുമാനിച്ചത് മുതൽ വളരെ ആക്റ്റീവായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളിതിൻ്റെ ഒരു ജനകീയ കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി നമ്മൾ വിളിച്ചു ചേർക്കുകയും അതിനെ തുടർന്ന് അതിൻ്റെ 16 സബ് കമ്മിറ്റികൾ ചേരുകയും തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി നടന്നു വരികയാണ്. വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഈ പരിപാടികളെല്ലാം നടന്നു വരുന്നത്. നമുക്കിവിടെയുള്ള പരിമിതികൾ ഒട്ടേറെയാണ്. എല്ലാ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനുമുള്ള പരിമിതികൾ ഒട്ടേറെയുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കൈമയും മറന്നുകൊണ്ട് ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഞങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര 5600ഓളം വിദ്യാർത്ഥികൾ വരുന്നുണ്ടല്ലേ? അതെ, 90-ലധികം വരുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരും എല്ലാം കൂടി പാർട്ടിസിപ്പൻസ് ഏകദേശം 5600-ലധികം വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഈ പരിമിതമായ സൗകര്യത്തിനകത്ത് വെച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊടുക്കാൻ സംഘാടക സമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും കാര്യങ്ങളും അങ്ങനെയാണ്. സമ്മാന കൂപ്പൺ ഞങ്ങൾ ആദ്യം ആലോചിച്ചതിൻ്റെ ഫണ്ട് റൈസിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചത്, ഒന്ന്, പഞ്ചായത്തിലാകെ 15 വാർഡുകളിലായി മുഴുവൻ വീടുകളും കയറി ആക്രി ശേഖരിച്ചുകൊണ്ട് ജനകീയമായ ഫണ്ട് ശേഖരണത്തിലൂടെ ഫണ്ട് കണ്ടെത്താനും, പിന്നീട് സമ്മാന കൂപ്പൺ വഴി എല്ലാ വീടുകളും ഉപയോഗപ്പെടുത്തി കുടുംബശ്രീ സംവിധാനം, അതുപോലെ തന്നെ സ്വാശ്രയ സംഘങ്ങൾ, മറ്റ് ജനകീയ സംവിധാനങ്ങൾ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഫണ്ട് ശേഖരിക്കണമെന്നാണ് തീരുമാനിച്ചത്. ആ നിലയിൽ തന്നെ പ്രവർത്തനങ്ങൾ ഏകദേശം 90% നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആക്രിയുടെ പ്രവർത്തനം നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പ്രതികൂലമായ കാലാവസ്ഥ അതെല്ലാം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീടുകൾ കയറി ആക്രി പരമാവധി ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു ചെറിയ ന്യൂനതയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള പടിയൂർ പോലുള്ള പ്രദേശത്ത് വലിയ ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഫണ്ടാണ് ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. മറ്റ് മാൻ പവറെല്ലാം ഞങ്ങൾക്കിവിടെ ഇഷ്ടം പോലെയുണ്ട്. അതെല്ലാം ഭംഗിയായി നിർവഹിക്കാനും വേണ്ടി കഴിയുന്നുണ്ട്. നറുക്കെടുപ്പ് എപ്പോഴാണ് നേരം? നറുക്കെടുപ്പ് ഈ സമാപന ദിവസം 8-ാം തീയതിയാണ് വരിക, ശനിയാഴ്ച. ആ ദിവസം എല്ലാ മത്സരങ്ങളും കഴിഞ്ഞതിന് ശേഷം സമാപന സമ്മേളനത്തിൽ വെച്ച് നറുക്കെടുപ്പ്. ഇപ്പോൾ നമ്മളോടിപ്പോൾ ചേർന്നത് ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായ മുരളിയേട്ടനാണ്. മുരളിയേട്ടൻ പറയുന്ന മികച്ച സംഘാടനമാണ് നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഏജനറ്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യാനൂപ്, ഏജനറ്റ്.